ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വിഷു ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി? എല്ലാവർക്കും നല്ലതായിരിക്കും അല്ലേ വിഷു? ഞാൻ വിഷു വ്ളോഗ് വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ് പാർട്ട് 1 വീഡിയോ വേഗം തന്നെ ഇട്ടത്. രണ്ടാമത്തെ വീഡിയോ എന്തായാലും ലേറ്റ് ആവുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, വിഷു ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അവിടെയും പോയിട്ടൊന്ന് കണി കാണും അല്ലേ? നമ്മുടെ ഭഗവാനെ ഒന്ന് നേരിട്ട് പോയി കണി കാണും. അതുകൊണ്ട് ആ ഒരു തയ്യാറെടുപ്പിലാണ്. ഇവിടെ അച്ഛനും മോനും കൊണ്ടുകൊടുക്കുന്ന മത്സരത്തിലാണ്. എനിക്ക് മോനെ എങ്ങനെയൊക്കെയോ മുണ്ടെടുക്കാൻ അതിനുള്ള ആ ഒരു തത്രപ്പാടിലായിരുന്നു ഞാൻ. സത്യം പറഞ്ഞാൽ എനിക്കും കൂടി അറിയില്ല. വയ്യ, ഞാൻ തോറ്റു ഗൈസ്, എനിക്ക് ആകുന്നില്ല. മോന് ജുബ്ബയൊക്കെ ഇട്ടിട്ട് ക്യൂട്ടായിട്ട് മുണ്ടൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് അച്ഛനും മോനും മാച്ചാക്കിയിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. പിന്നെ ഞാൻ സെറ്റും പാവാടിയും ബ്ലൗസും. അപ്പോൾ അച്ഛന് നന്നായിട്ട് ദേഷ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അച്ഛൻ ഓൾറെഡി ദേഷ്യത്തിലാണ് മുണ്ടെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കൂടി പിടിച്ചപ്പോൾ നന്നായി ദേഷ്യപ്പെട്ടു. അപ്പോൾ എങ്ങനെയൊക്കെയോ ഗൈസ് നമ്മൾ അവിടെ നിന്ന് പാടുപെട്ടിട്ടാണ് സാവീനെ മുണ്ടുപിടിപ്പിക്കുന്നത്. കാരണം ഒന്നാമത് അവൻ സഹകരിക്കുന്നില്ല. കാരണം ചൂടാണ് ഗൈസ്. നല്ല ഈ ഒരു നട്ടപ്പൊരിഞ്ഞ എന്താ പറയുക, ആ ഒരു രാവിലെ തന്നെ നമുക്ക് ആ ഒരു ചൂട്, ആ ഒരു എന്താ പറയുക, ആ ഒരു ഇത് കാണുന്നുണ്ട്. നല്ല ഒരു എന്ന് പറയുക, ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര കാലാവസ്ഥയാണ് ഗൈസ്. അങ്ങനെ സാവിയുടെ അച്ഛനും അമ്മയും തോറ്റു. അതായത് ഞാനും എൻ്റെ ഭർത്താവും തോറ്റു. ഞാൻ അവൻ്റെ ആപ്പനെ വിട്ടുകൊടുത്തു, അതായത് ഹസ്ബൻഡിൻ്റെ അനിയനെ വിട്ടുകൊടുത്തു. എങ്ങനെയൊക്കെയല്ലോ ഉടുത്തു കേട്ടോ. സാധാരണ മക്കൾക്ക് ഇങ്ങനെ ഉടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ടഫാണ്. ഈ ക്ലിപ്പ് ചെയ്യുന്ന മുണ്ടാറ്റം വാങ്ങണം ഇനി നെക്സ്റ്റ് ടൈമും. അപ്പോൾ നല്ല രീതിയിൽ ഒരുങ്ങിയിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഹെൽമെറ്റും പാവാടയും മുണ്ടും ചട്ടിയും ഒക്കെ ആയിട്ട് നമ്മൾ പുറപ്പെട്ടു. അങ്ങനെ അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഗോവിന്ദപുരം അങ്ങനെ പറഞ്ഞിട്ട് ഒരു അമ്പലമാട്ടോ. ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഐ തിങ്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് പേർക്ക് അറിയും, അത്ര വലിയ ഫേമസ് അല്ല. എനിക്കൊന്ന് കൃഷ്ണൻ്റെ അമ്പലം തന്നെയാണ്, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞങ്ങളെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു. അതായത് ഇവർ ഭാര്യയും ഭർത്താവാണ്, ഷാമിനും ശോഭിതയും. നമ്മൾ പിന്നെ ഒന്നിച്ച് പഠിച്ചവരാണ്. ശോഭിത സയൻസ് ബാച്ച്, ഷാമിന് കോമേഴ്സ് ബാച്ച്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ടീമാക്കിയിട്ടാണ് ഉള്ളത്. അപ്പോൾ അവരാ പറഞ്ഞത് ഇവിടെ ഞങ്ങളുണ്ട്, നിങ്ങൾ വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പോയതാട്ടോ ഇവിടെ. അപ്പോൾ ഇതാണ് അമ്പലം. നല്ല അമ്പലമായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് പോയത്. നമുക്ക് എന്തായാലും നല്ല നാടിൽ ഏത് അമ്പലത്തിൽ പോയാലും അവിടെ ഭഗവാൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പോസിറ്റീവ് ഉണ്ട്. ഞാൻ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകാനായിരുന്നു പ്ലാൻ ഇട്ടത്. എന്തായാലും നടക്കില്ല, കാരണം നല്ല തിരക്കായിരിക്കും. ഈ ഒരു ചെറിയ അമ്പലത്തിൽ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ക്യൂ നിന്നിട്ട് വെറും വയറ്റില്ല, അതായത് ഒന്നും കഴിക്കാതെ തന്നെ ഭഗവാനെ തൊഴുന്ന ആ ഒരു സുഖം എവിടെയും കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ പോയി നമ്മൾ തൊഴുതു. അപ്പോൾ അവിടെ മഞ്ചാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിന് മഞ്ചാടി വരാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവനതിന് സഹകരിച്ചില്ല. അത് അവൻ്റെ അച്ഛൻ്റെ പേര് നിന്നതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്തു കേട്ടോ. എൻ്റെ മുന്നിൽ അവനൊന്ന് വാരി. കാരണം മഞ്ചാടി വാരിക്കഴിഞ്ഞാൽ മക്കൾക്ക് കുരുത്തക്കേട്, അതായത് എന്താ പറയുക, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പറയാം, കുരുത്തക്കേടൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അവനെ ആ മഞ്ചാടിയിലേക്ക്, പിന്നെ മഞ്ചാടി ആദ്യം വാരാൻ മടിച്ചവൻ പിന്നെ മഞ്ചാടി ഇല്ലാതെ നിൽക്കുന്നില്ല. അതായത് അവിടെ കയറിയിട്ട് മഞ്ചാടീനെ കൊണ്ടുള്ള കളിയായിരുന്നു കേട്ടോ. എന്തായാലും ഇപ്രാവശ്യത്തെ വിഷു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സർപ്രൈസാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു വിഷുവിനും ഞാനും ഹസ്ബൻഡും മോനൊന്നും അമ്പലത്തിലോ എന്ന് പറയും, മോന് ഇപ്പോഴാണ് ഉണ്ടായത്. എന്നാലും പറയാം, ആ ഒരു സിങ്കില്ലേ, അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാലും ഇന്ന് ഈ ഒരു വിഷുവിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതായത് ഞങ്ങളുടെ ഫ്രണ്ട്സും എന്താ പറയുക നല്ല നാട്ടിലല്ലേ, നല്ല ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. സാവി അതുപോലെ തന്നെ അവൻ്റെ അച്ഛനുള്ളത് കൊണ്ട് നല്ല ഹാപ്പിയാണ്. ഞങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു വിഷുവാണ് ഇപ്രാവശ്യം കിട്ടിയത്. അതായത് അച്ഛനും അമ്മയും മിസ് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമാണ്. കാരണം എപ്പോഴും അവരാണല്ലോ എൻ്റെ കൂടെ ഉണ്ടാകുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പ്രാർത്ഥിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ എൻ്റെ പട്ടിഷോക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു കൊന്നപ്പൂ എടുത്തിട്ട് കുറച്ച് ഫോട്ടോ എടുത്തു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ. അവിടെ നിന്ന് അച്ചാച്ചൻ്റെ വക അവനിക്ക്, അതായത് സാവിമോന് കൈനീട്ടം കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ എങ്ങനെയാണെന്നല്ലേ, കൈനീട്ടം കിട്ടും. അങ്ങനെ കൈനീട്ടം കിട്ടി. അങ്ങനെ അതിന് വേണ്ടിയിട്ടാട്ടോ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനാണ് കൈനീട്ടം ആഗ്രഹിച്ചത്. പക്ഷെ മോനാണല്ലോ, നമ്മളെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ. അപ്പോൾ മോന് കൈനീട്ടമൊക്കെ കിട്ടി. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോകുന്നതാണ്. അടിപൊളി വിഷുവാണ്. കാരണം എന്ന് വെച്ചാൽ ഇതുവരെ ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത ആ ഒരു സർപ്രൈസ് ആയിട്ട് ഹസ്ബൻഡ് വന്നു. നല്ലൊരു വിഷു ആയിരുന്നു. അപ്പോൾ എൻ്റെ വ്ളോഗും എൻ്റെ വീഡിയോസും ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.